ഗൈസ്. ഞങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാൻ തോന്നും. അങ്ങനെ ഒരു ഡേ ആണിത്. ഞങ്ങൾ കോഴിക്കോടേക്ക് ഷവായ കഴിക്കാൻ പോകണം. കൂട്ടത്തിൽ 4 വളർന്ന് മുട്ട കഴിക്കാൻ പോയി. വെറും മുട്ടയില്ല ഗൈസ്, കാട മുട്ട. അപ്പം അതിന് വേണ്ടിയിട്ട് കുടുങ്ങി പോവാണിത്. ചില്ലിൻ്റെ ഉള്ളിൽ മുട്ട എടുക്കുന്നുണ്ട്. ആ ചേട്ടൻ ചൂടാക്കി ഇളക്കിയൊക്കെ തന്നെ ഞങ്ങൾ പാർസലായിട്ട് വണ്ടിയിൽ നിന്ന് പോകുന്ന വഴിക്കാണ് കഴിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്തെ കടയിൽ നിന്നാണ് കഴിച്ചത്. അതത്ര പോരായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ഇതായിരുന്നു സൂപ്പർ. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ചുരം ഇറങ്ങി താഴെ അടിവാരത്തുനിന്ന് ഒരു ടെൻഡർ കഫേയിൽ നിന്ന് ഇളനീർ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ജ്യൂസ് വാങ്ങിയിട്ട് വന്ന് നല്ല ജ്യൂസായിരുന്നു. നമ്മൾ വയനാട്ടിൽ കുറേ സ്ഥലത്തൊക്കെ ഏലക്കി അതും ഇതൊക്കെ ഇട്ടിട്ട് ഒരു നാച്ചുറാലിറ്റി തോന്നാത്ത ജ്യൂസായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ പോവുക. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഷവായ എവിടെ നിന്ന് കഴിക്കുന്നത് തീരുമാനിക്കുന്നത്. ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. ആ ഫ്രണ്ട് പറഞ്ഞു കുറച്ച് റെസ്റ്റോറൻറ്റ്സിൻ്റെ പേരൊക്കെ പറഞ്ഞു. അതിൽ ടി കഫേയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു 3 മണി 4 മണി സമയത്തായതുകൊണ്ട് ബീച്ച് പോകണമെന്നുണ്ടായിരുന്നു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 മണിക്കൂർ യാത്ര ഉണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ ട്രാഫിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പോണ വഴിക്ക് ഇത് കണ്ട കൊടുവള്ളിയിലൊക്കെ നല്ല ട്രാഫിക്കാണല്ലോ, നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ബ്ലോക്ക് കഴിഞ്ഞ അടുത്ത് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ എനിക്ക് അടുത്ത ആഗ്രഹം ഡാർക്ക് ഫാൻറ്റസി കഴിക്കണം. പിന്നെ ഒരു കടയിൽ കയറി ഡാർക്ക് ഫാൻറ്റസി ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് വരികയാണ്. പിന്നെ അത് കഴിച്ചുകൊണ്ടായി യാത്ര. അവിടെ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഏകദേശം മനസ്സിലായി സൺസെറ്റ് കിട്ടില്ല, നേരം കുറച്ച് വൈകി തുടങ്ങിയിരുന്നു. പിന്നെ സൺസെറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ ഷവായ കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഷവായ അങ്ങനെ ഞങ്ങൾ ഷവായ കടയിൽ എത്താൻ വേണ്ടി പോവാണ്. അവിടെ ചിക്കൻ പൊരിക്കുന്നുണ്ട് ചില്ലിൻ്റെ ഉള്ളിൽ. പൊരിക്കുകയല്ല കേസ്, ഗ്രില്ല് ചെയ്യുക. അത് കണ്ടോടെ ഞാൻ നേരെ ഉള്ളിലോട്ട് പോയി. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. കുറച്ച് നേരം അവിടെ പോയി ഇരുന്ന് വെയിറ്റ് ചെയ്ത് ഒരു സാധനം കൊണ്ടുവന്നു. അതിൻ്റെ ഇടയിൽ ആൾ കുറച്ച് ഷൈൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. അതിൽ അങ്ങനെയാണല്ലോ പെൺപിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല അടീൻ്റെ കുറവാണ്. അങ്ങനെ ഷവായ വന്നു ടേസ്റ്റ് വന്നു. ഷവായ എത്തിക്കഴിഞ്ഞ് ചെറിയ പീസ് നോക്കി എനിക്ക് വലിയ പീസ് നോക്കി ഏട്ടനെടുത്തു. അതിലുള്ള കുറേ ഇലയും ചവറൊക്കെ എനിക്ക് വരിക്കുന്നു. മസാലയൊക്കെ ഏട്ടനും എടുത്തു. അവിടുത്തെ കുപ്പിയും വെള്ളം സൂപ്പറായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നാരങ്ങയൊക്കെ മുറിച്ചിട്ട് അടിപൊളി, കാണാൻ തന്നെ ലുക്ക്. പിന്നെ കുറേ മയോണൈസും ആ ബീട്രൂട്ടിൻ്റെ സാധനം, ആ പച്ച സാധനം എനിക്കിഷ്ടമല്ലേന്ന് ചോദിച്ചു എനിക്ക് കുറേ വെച്ചത് കേസ്. എൻ്റെ ഇടയിൽ ഏട്ടനോട് എങ്ങനെ ഫുഡ് ഉണ്ടോ ചോദിച്ചു. എക്സ്പ്രഷൻ കണ്ടൊന്നും സൂപ്പർ എന്ന് പറഞ്ഞ് അറിയാൻ പറ്റില്ല കേസ്. ഒരു ആവറേജ് ഫുഡായിരുന്നു. ഞങ്ങൾ KR ഷവായ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് കഴിച്ചത്. അതായിരുന്നു സൂപ്പർ. അതിൻ്റെ അത്ര ഒന്നും വരില്ല, നല്ല കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ വീഡിയോ എത്രയുണ്ട് ഗൈസ്. ഇനി അടുത്തൊരു യാത്രയായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.